അഹമ്മദാബാദിലെ ഒരു ചിത്രത്തിലേക്ക് ഉന്തുവണ്ടിയിൽ ചായ വിൽക്കുന്ന തൻ്റെ അമ്മയ്ക്ക് ഭക്ഷണവുമായി പോയപ്പോഴാണ് ആകാശ് പട്നി എന്ന 14-കാരൻ വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. അമ്മ സീതാബെൻ അതീവ ഗുരുതരാവസ്ഥയിൽ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ. മകൻ മരിച്ച വിവരം ഇതുവരെ അമ്മയെ ആരും അറിയിച്ചിട്ടില്ല. വൻ ദുരന്തത്തെ നേരിട്ട പാവപ്പെട്ട ഈ കുടുംബത്തെ തേടി സർക്കാർ സംവിധാനങ്ങൾ ഒന്നും എത്തിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആകാശിൻ്റെ സഹോദരിമാർ ഇക്കാര്യം 24-മായി പങ്കുവയ്ക്കുകയും ചെയ്തു. അഹമ്മദാബാദിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. വിമാന ദുരന്തത്തിൽ പെട്ട് മരിച്ചവർക്കിടയിൽ വാർത്തകൾ എങ്ങും കാണാതെ പോകുന്ന ചില മനുഷ്യരെ തേടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അഹമ്മദാബാദിലെ ഒരു റെസിഡൻഷ്യൽ സൊസൈറ്റിയിൽ നമ്മൾ എത്തിയിരിക്കുന്നു. വളരെ പാവപ്പെട്ട മനുഷ്യർക്കായി സർക്കാർ നിർമ്മിച്ച് നൽകിയ ഫ്ലാറ്റുകളിൽ ഒന്നിലാണ് നമ്മളുള്ളത്. ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് ഉന്തുവണ്ടിയിൽ ചായ വിൽക്കുന്ന സീതാബെൻ എന്ന സ്ത്രീ, അവരുടെ ഇളയ മകൻ അവർക്ക് ഭക്ഷണവുമായി പോയപ്പോഴാണ് ഈ വിമാന ദുരന്തം സംഭവിക്കുന്നത്. അപകടത്തിൽ ഈ അമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണ്, ICUവിലാണുള്ളത്. അവരുടെ ഇളയ മകൻ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കുടുംബം നമ്മളോടൊപ്പമുണ്ട്. ഈ അമ്മയ്ക്ക് 3 പെൺമക്കളും 2 ആൺമക്കളുമാണുള്ളത്. അതിൽ ഇളയ കുട്ടിയാണ് ഈ അപകടത്തിൽ മരിച്ചത്. അവരുടെ ഫോട്ടോ കയ്യിലുണ്ട്. ये है ना मम्मी और मेरी मम्मी और मेरा भाई है ये छोटा. क्या हुआ था उस दिन? मैंने कहा तो सही, मेरे की बोलने की हिम्मत नहीं है. मेरी बहन से पूछ लो. मेरी मम्मी और मेरा भाई वहाँ पे हमारी चाय खिला रही थी. वहाँ मेरी मम्मी चाय बना रही थी और मेरा भाई सो रहा था. जब ये ऐसा आवाज़ आया ना तो मेरी मम्मी डर गई. मेरे भाई को बहुत उठाया, पर मेरे भाई को उठाता वो आ गई. मेरा भाई नहीं उठा. मेरी मम्मी ने बहुत कोशिश की, फिर मेरा भाई नहीं उठा. मेरा भाई वहाँ वो पड़ गया और मालूम नहीं क्या हुआ. मेरे भाई कहाँ है कहाँ नहीं मालूम नहीं है. मेरे भाई की बॉडी बस दिलवा दो. मेरे भाई से अच्छे से उसका अंतिम संस्कार करके हम अच्छे से उसकी विदाई करें. चले पता है क्या? मेरी मम्मी को नहीं मालूम. मेरी मम्मी को तो ऐसा ही कहते हैं कि वो जिंदा है, वो ICU रूम में है. मेरी मम्मी को हम ऐसा ही बोल रहे हैं. मेरी मम्मी 5 मिनट में मेरा गडू मेरा आकाश ऐसा ही बोल रही है मेरी मम्मी. तो अभी लोग उधर DNA सैंपल देने के लिए जा रहे हैं. आप लोग गए? ब्लड सैंपल देने के लिए गए? हाँ, दे दिया. 2 दिन पहले दे दिया तो भी कुछ नहीं निकल रहे. गवर्नमेंट के तरफ से कोई आए? अभी तक कोई पता ही नहीं. ऐसे बोल के चले जाते हैं. कुछ मदद करने के लिए कोई नहीं आया अभी तक. അഹമ്മദാബാദിലെ പലയിടത്തും പല വീടുകളിലും ഇതുപോലെയുള്ള ദുരിത കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. അഹമ്മദാബാദിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.